Yes, from the textbook, the third chapter. Yes, third chapter. Is it 3? Yes, 3. Third chapter. हम हैं अच्छे अच्छे बच्चे. Okay. हम हैं अच्छे अच्छे बच्चे. अच्छे अच्छे काम करेंगे. अपने अच्छे कामों से हमें जग में ऊंचा नाम करेंगे. What is it? हम हैं अच्छे अच्छे बच्चे. എന്താണ്? What is the meaning? हम हैं अच्छे अच्छे बच्चे. We are the good children. Yes, we are the good children. Then what we will do? अपने अच्छे okay अच्छे अच्छे काम करेंगे. നല്ല കാര്യങ്ങൾ. കാം മീൻസ് കാര്യങ്ങൾ. കാം ജോലി വർക്ക്. ഇവിടെ പറയുന്നത് നല്ല നല്ല കാര്യങ്ങളാണ്. ഇവിടെ കാം എന്ന് ഉദ്ദേശിക്കുന്നത് കാര്യങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ हम हैं अच्छे अच्छे बच्चे. अच्छे अच्छे काम करेंगे. ഞങ്ങൾ നല്ല കുട്ടികളാണ്. ഞങ്ങൾ എന്ത് ചെയ്യും? നല്ല കാര്യങ്ങൾ മാത്രം ഞങ്ങൾ ചെയ്യും. Okay. Okay then. अपने अच्छे कामों से हम जग में ऊंचा नाम करेंगे. എന്താണ്? अपने अच्छे कामों से हम ഞങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ നല്ല കാര്യങ്ങൾ കൊണ്ട് തന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ ഞങ്ങളുടെ പേര് എന്താണ്? ഊഞ്ചാ रहेंगे എന്ന് വെച്ചാൽ ഞങ്ങൾ ഞങ്ങളുടെ പേര് ഞങ്ങൾ അറിയപ്പെടും. ഊഞ്ചാ रहेंगे. It will be in the top. My name will be in the top in the world. എന്താണ്? നല്ല കാര്യം ചെയ്യുന്നതിൽ എന്റെ നല്ല പേരുണ്ടാകും. That there will be a name. Okay, understood that? Okay, understood? Yes, ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്യും. ഞങ്ങൾ നല്ല കുട്ടികളാണ്. നല്ല കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും. അതുകൊണ്ട് തന്നെ നല്ല പേര് ഞങ്ങൾക്ക് എവിടെ ഉണ്ടാകും? സമൂഹത്തിലോ ലോകത്തിലോ ഞങ്ങൾക്ക് ഉണ്ടാകും. Okay, that is that 4 lines. Okay, next 4 lines. पढ़ना लिखना सीखेंगे हम. पढ़ लिख कर विद्यावान बनेंगे. कुछ करके दिखाएंगे हम. जग का भी कल्याण करेंगे. എന്താണ്? പഠന ലിഖന സിഖേംഗെ സീഖേംഗെ ഹം. എന്താണ്? എഴുതാനും വായിക്കാനും ഞങ്ങൾ പഠിക്കും. അപ്പൊ നിങ്ങളിപ്പോ ചെയ്യുന്നത് പോലെ തന്നെ. വാട്ട് ഐ വിൽ സ്റ്റഡി, ഐ വിൽ റൈറ്റ്. എഴുതാനും വായിക്കാനും എല്ലാം ഞാൻ പഠിക്കും. പിന്നെ എന്താണ്? പഠ് ലിഖ് കർ വിദ്യാവൻ ബനേംഗെ. വിദ്യാവൻ മീൻസ് എഡ്യൂക്കേറ്റഡ്. എന്താണ്? ഞാൻ എഴുതാനും വായിക്കാനും പഠിച്ച് ഐ വിൽ ബിക്കം ആൻ എഡ്യൂക്കേറ്റഡ് പേഴ്സൺ. As I know to write and read, I will become a educated person. Okay. कुछ करेंगे करके दिखाएंगे हम. I will show what I can do. എന്താണ്? ഞാൻ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കും. എന്താണ്? എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഞാൻ കാണിച്ചു കൊടുക്കും. എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവർക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കും. That जग का भी कल्याण करेंगे. എന്താണ്? ജഗ് മീൻസ് യൂണിവേഴ്സ്. What is the meaning of jug means universe. Universe. What is kalyan? What is kalyan? What is the meaning of kalyan? നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചതാന്ന് തോന്നുന്നു അല്ലേ? What is the meaning of kalyan? What is the meaning? What is the meaning of kalyan? No response. Welfare. Yes, kalyan. What is the meaning? Yes, welfare. Yes, welfare. എന്താണ്? Welfare. What do you mean by welfare? What do you mean by welfare? Okay, welfare. What is the meaning of welfare? നല്ല കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ സമൂഹത്തിന് നമ്മളെ കൊണ്ട് നല്ലത് മാത്രം കൊടുക്കുക. നമ്മൾ കഴിയുന്ന നല്ലത് മാത്രം കൊടുക്കുക. വാട്ട് ഈസ് വെൽഫെയർ? എന്താണ് വെൽഫെയർ? നല്ല കാര്യങ്ങൾ സമൂഹത്തിന് നമ്മൾ കൊടുക്കാം. We have the
social responsibility. What do you mean by social responsibility? Now, what is our social responsibility in this recent time? എന്താണ് ഇപ്പൊ നമ്മുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താ നമുക്കിടയിലുള്ള നമ്മൾ എന്താ നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്താ? നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മാസ്ക് നിർബന്ധമായിട്ടും ധരിച്ചിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാ? നമ്മളിൽ നിന്ന് മറ്റാർക്കും ഒരു രോഗവും പകരാതിരിക്കാൻ വേണ്ടിയിട്ട്. അതായത് എന്നിൽ നിന്ന് മറ്റാർക്കും രോഗം പകരാതിരിക്കാൻ വേണ്ടി ഞാൻ നിർബന്ധമായിട്ടും മാസ്ക് ധരിച്ചിരിക്കണം. ദാറ്റ് ഈസ് ആൻ റെസ്പോൺസിബിലിറ്റി. റെസ്പോൺസിബിലിറ്റി എന്താണ്? വെൽഫെയർ ആണ്. ഓക്കെ, ഞാൻ എന്നിൽ നിന്ന് മറ്റുള്ളവർക്ക് ഒരു ദ്രോഹവും കിട്ടാൻ പാടില്ല. ദാറ്റ് ഈസ് എ വെൽഫെയർ. കല്യാൺ. ഓക്കെ, അണ്ടർസ്റ്റുഡ്? എന്നിൽ നിന്ന് നല്ലത് മാത്രം മറ്റുള്ളവർക്ക് കൊടുക്കുക. ദാറ്റ് ഈസ് ദ ലാസ്റ്റ് 4 ലൈൻ. Then the next line, अपनी मेहनत के बल पर हम जो कुछ भी धन कमा सकेंगे. എന്റെ സ്ട്രെങ്ത് കൊണ്ട്. अपनी मेहनत means hard work. എന്റെ ഹാർഡ് വർക്കും എന്റെ സ്ട്രെങ്ത് കൊണ്ട് എനിക്ക് എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്യാൻ കഴിയുമോ അത്രമാത്രം ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് ധൻ. വാട്ട് ഈസ് ധൻ? ധൻ മീൻസ് മോണിറ്ററി മീൻസ് മണി. എത്രത്തോളം ധനം എനിക്ക് സമ്പാദിക്കാൻ പറ്റുമോ ഞാൻ സമ്പാദിക്കും. എന്റെ സ്ട്രെങ്ത് കൊണ്ട്, എന്റെ അബിലിറ്റി കൊണ്ട്, എന്റെ മെഹനത്ത് ഹാർഡ് വർക്ക്, എന്റെ ഹാർഡ് വർക്ക് കൊണ്ട് എത്രത്തോളം എനിക്ക് സമ്പാദിക്കാൻ കഴിയുമോ, ധൻ സമ്പാദിക്കാൻ കഴിയുമോ. കമാന മീൻസ് ഏർണിംഗ്. ഏർണിംഗ് എത്രത്തോളം എനിക്ക് ഏൺ ചെയ്യാൻ പറ്റുമോ എന്റെ സ്ട്രെങ്ത് കൊണ്ട്, എന്റെ ബലം കൊണ്ട്, എനിക്ക് എത്രത്തോളം എന്റെ ഹാർഡ് വർക്കും കൊണ്ട് എനിക്ക് എത്രത്തോളം ഏൺ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഞാൻ ഏൺ ചെയ്തിരിക്കും. കുച്ച് അപ്നെ ഹിത് രഖേംഗെ ഹം, കുച്ച് പരിഹിത് മേ ഹം ദാൻ കരേംഗെ. എന്താണ്? കുറച്ച് അതിൽ നിന്ന് സമ്പാദിച്ച കുറച്ച് സേവിങ്സ് ഞാൻ എന്റെ അടുത്ത് വെക്കും. ബാക്കിയുള്ളത് ആർക്ക് കൊടുക്കും എന്നാ പറയുന്നത്? മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യും. ഓക്കെ, കുറച്ച് ഞാൻ സേവ് ചെയ്ത് വെക്കും, കുറച്ചെന്താണ് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി, മറ്റുള്ളവരുടെ വെൽഫെയറിലെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞാനത് യൂസ് ചെയ്യും. ഓക്കെ, next 4 lines. Okay, लूटपाट हम नहीं चाहते, मेहनत पर अभिमान करेंगे, सुविधा से जीवन यह बीते, बस इतना धनवान करेंगे. എന്താ പറയുന്നത്? लूटपाट हम नहीं चाहते. लूटपाट means loot. What is the meaning of loot? English loot തന്നെയാണല്ലോ. What is the meaning of loot? Robbery. What is robbery? കൊള്ളയൊന്നും ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. അതായത് മറ്റുള്ളവരെ ലൂട്ട് ചെയ്ത്, അതായത് ചതിച്ചുണ്ടാക്കുന്ന കാശോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾക്ക് വേണ്ട. ഹാർഡ് വർക്ക് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ എന്താണ്? ലൂട്ട് പാട്ട്, റോബറി ഒന്നും ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെന്താ ഇഷ്ടപ്പെടുന്നത്? മെഹനത്ത് പർ അഭിമാൻ കറി. ഞങ്ങൾ സ്വന്തം അധ്വാനിച്ച് നേടുന്നതിൽ മാത്രമാണ് ഞങ്ങൾ അഭിമാനിക്കുന്നത്. എന്താണ്? മറ്റുള്ളവരെ വഞ്ചിച്ചിട്ടോ ചതിച്ചിട്ടോ ഞങ്ങൾക്ക് ഒന്നും വേണ്ട. അതാണ് ഇവിടെ ലൂട്ട് മാർട്ട് എന്ന് പറയുന്നത്. റോബറി ആണ് ദ റിയൽ മീനിങ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന സമ്പാദ്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് മാത്രം ഉണ്ടാക്കുന്ന സമ്പാദ്യമാണ് ഞങ്ങൾക്ക് വേണ്ടത്. സുവിധാസെ ജീവൻ ജീത്തെ ബസ് ഇതന ധൻവാൻ ബനേങ്കി. എന്താണ്? സമാധാനമായിട്ടും എന്താണോ ഉള്ളത് അതിൽ മുന്നോട്ട് പോകുക. എന്താണോ ഉള്ളത് അതിൽ മുന്നോട്ട് ജീവിച്ചു പോകുക എന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. എന്താ? ബസ് ഇതന ധൻവാൻ ബനേങ്കി. എന്താണ്? നമുക്ക് സുഖസുന്ദരമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പണം, അതായത് പ്രോസ്പെറിറ്റി മാത്രം ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. വേറൊന്നും ഞങ്ങൾക്ക് വേണ്ട. Did you understand the poem? Is it a big speed? എല്ലാവർക്കും മനസ്സിലായോ? സ്പീഡ് ഉണ്ടോ? കുറച്ച് സ്പീഡ് ഉണ്ടോ? ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് തരാം. ഓക്കെ, ലിസൺ. ഓക്കെ, ഒന്നുകൂടെ ഫസ്റ്റ് തൊട്ട് റിപ്പീറ്റ് ചെയ്ത് തരാം. ओके, हमें अच्छे बच्चे अच्छे काम करेंगे, अपने अच्छे कामों से हम जग में ऊंचा नाम करेंगे. എന്താ പറയുന്നത്? ഞങ്ങൾ നല്ല കുട്ടികളാണ്, നല്ല കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ ചെയ്യുകയുള്ളൂ. अपने अच्छे कामों से हम जग में ऊंचा नाम करेंगे. എന്താണ്? നല്ല കാര്യങ്ങൾ ചെയ്ത് മാത്രമേ ഞങ്ങൾ ഞങ്ങളുടെ പേര് നേടുള്ളൂ. മറ്റുള്ളവരുടെ മുന്നിൽ ഞങ്ങൾ ഞങ്ങളുടെ പേര് സമ്പാദിക്കുക എങ്ങനെയായിരിക്കും? നല്ല കാര്യങ്ങൾ ചെയ്ത് മാത്രമായിരിക്കും ഞങ്ങൾ ഞങ്ങളുടെ സക്സസിലേക്ക് എത്തുക.
That's the meaning of first four lines. Understood? Understood? Okay, നല്ല കാര്യങ്ങൾ ചെയ്ത് മാത്രം ഞാൻ എൻ്റെ പേര് റോഷൻ സക്സസ് ആവുന്ന ഞാൻ എൻ്റെ സക്സസിൽ എപ്പോഴും നല്ല കാര്യങ്ങൾ ഉൾപ്പെട്ടിരിക്കും. ഓക്കെ, അണ്ടർസ്റ്റുഡ്? Clear for all? Muhammad? Clear for you? Yes. Next it is പഠന ലിഖ്ന സീഖേംഗെ ഹം പഠ് ലിഖ് കർ വിദ്യാവൻ ബനേംഗെ. പഠന ലിഖ്ന എന്താണ്? എഴുതാനും വായിക്കുവാനും ഞങ്ങൾ പഠിക്കും. സീഖ്ന മീൻസ് ലേണിംഗ്. എഴുതാനും വായിക്കുവാനും ഞങ്ങൾ പഠിക്കും. പഠ് ലിഖ് കർ വിദ്യാവൻ ബനേംഗെ. വിദ്യാവൻ മീൻസ് എഡ്യൂക്കേറ്റഡ്. പഠിച്ച് എഴുതാനും വായിക്കാനും ഞങ്ങൾ പഠിച്ച് എന്ത് ചെയ്യും? എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് ഞങ്ങൾ മാറും. എഡ്യൂക്കേറ്റഡ് പേഴ്സൺ ആയിട്ട് ഞങ്ങൾ മാറും. കുച്ച് കർക്കെ ദിഖായെംഗെ ഹം ജഗ് കാ ഭി കല്യാൺ കरेंगे. എന്താ? ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു കാണിക്കും. മറ്റുള്ളവരെ ഞാൻ എൻ്റെ എഡ്യൂക്കേഷൻ കൊണ്ട് ഞാൻ ചെയ്തു കാണിക്കും. എന്താണ്? ജഗ് കാ ഭി കല്യാൺ. ജഗ് മീൻസ് യൂണിവേഴ്സ്. യൂണിവേഴ്സിന്റെയും കല്യാൺ, നല്ല വെൽഫെയർ. എന്റെ ഒരു കാര്യം കൊണ്ട് മറ്റുള്ളവർക്ക് കൂടെ ഉപയോഗം, അതായത് സൊസൈറ്റിക്ക് ഉപയോഗം ആവുന്ന രീതിയിൽ ഞാൻ അതിനെ ഉപയോഗപ്പെടുത്തും. ഓക്കെ, എന്റെ എഡ്യൂക്കേഷനെ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ഉപയോഗിക്കും. ഇപ്പൊ നിങ്ങളുടെ ടീച്ചേഴ്സ്, അവരുടെ എഡ്യൂക്കേഷൻ ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, അവരുടെ നോളേജ് ആണ് നിങ്ങൾക്ക് പറഞ്ഞത്. അപ്പൊ എങ്ങനെയാണ് അവരുടെ എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുകയാണ്. Okay, understood? That's the welfare. Okay, it is a welfare for you. Then it is welfare for you. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഓരോ ടീച്ചേഴ്സും അവരുടെ എഡ്യൂക്കേഷൻസും അവരുടെ നോളേജും നിങ്ങൾക്ക് പകർന്നു തരികയാണ്. Okay, जब का भी कल्याण करेंगे. Okay, अपनी मेहनत के बल पर हम जो कुछ भी धन कमा सकेंगे. എന്താണ്? എൻ്റെ ഹാർഡ് വർക്കും കൊണ്ടും എൻ്റെ സ്ട്രെങ്ത്തും കൊണ്ടും എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ എത്രത്തോളം എനിക്ക് ഏൺ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഞാൻ ഏൺ ചെയ്യും. ഏൺ മീൻസ് സമ്പാദിക്കും. എത്രത്തോളം എനിക്ക് ഏൺ ചെയ്യാൻ കഴിയുമോ അത്രത്തോളം ഞാൻ സമ്പാദിക്കും. अपनी मेहनत पर आगे कुछ अपने हित रखेंगे हम कुछ परहित पे हम दान करेंगे. എന്താണ്? കുറച്ച് ഞാൻ എൻ്റെ ഏർണിങ്സിൽ കുറച്ച് ഞാൻ എൻ്റെ സേവിങ്സ് ആയിട്ട് ഞാൻ വെക്കും. ബാക്കിയുള്ളത് എന്താണ്? സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ അത് യൂസ് ചെയ്യും. ഞാൻ സൊസൈറ്റിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് മാറ്റി വെക്കും, അല്ലെങ്കിൽ അത് കൊടുക്കും. അതെന്തെങ്ങനെയാണ്? പാവപ്പെട്ടവരെ സഹായിക്കുക, ബുക്സ് സ്പോൺസർ ചെയ്യുക, അങ്ങനൊക്കെ ഞാൻ ചെയ്യും. ഓക്കെ, लूटपाट हम नहीं चाहते, मेहनत पर अभिमान करेंगे. എന്താണ്? ലൂട്ട്പാട്ട് എന്താണ്? റോബറി, മറ്റുള്ളവരെ വഞ്ചിച്ചിട്ടോ എങ്ങനെയോ ഒന്നും എനിക്ക് സക്സസ് വേണ്ട. എങ്ങനെയാണ്? ഞാൻ എൻ്റെ ഹാർഡ് വർക്കും കൊണ്ട് മാത്രമായിരിക്കും ഞാൻ എൻ്റെ ഏർണിങ്സ് നേടുക. ഓക്കെ, അണ്ടർസ്റ്റുഡ്? ഓക്കെ, ഹാർഡ് വർക്ക് കൊണ്ട് മാത്രമായിരിക്കും ഞാൻ എൻ്റെ ഏർണിങ്സ് നേടുക. നെക്സ്റ്റ് ലൈൻ, मेहनत पर अभिमान करेंगे. मेहनत पर अभिमान करेंगे. ഞാൻ ചെയ്യുന്ന ഹാർഡ് വർക്കിൽ ഞാൻ അഭിമാനിക്കുന്നു. ഞാൻ ഹാർഡ് വർക്ക് ചെയ്തുണ്ടാക്കുന്ന സാധനങ്ങൾ, ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് ഏൺ ചെയ്യുന്ന സാധനങ്ങൾ, അതിൽ ഞാൻ അഭിമാനിക്കുന്നു. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ്? നിങ്ങളൊരു പഠിച്ച് നന്നായിട്ട് പഠിച്ച് ഫസ്റ്റ് റാങ്ക് വരുമ്പോൾ നിങ്ങൾക്ക് അതൊരു അഭിമാനമല്ല, ഒരു പ്രൗഡാണ് അല്ലെ? അപ്പോൾ ഞാൻ പഠിച്ചിട്ട് ഞാൻ നേടിയതാണ്, ഫസ്റ്റ് റാങ്ക് വന്നതാണ്. അതുപോലെ നിങ്ങൾ ഹാർഡ് വർക്ക് എത്രത്തോളം ഏതൊരു കാര്യത്തിലും ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ആ രീതിയിലായിരിക്കും ചെയ്യുക. യെസ് Shahbaz, you have to ask something. Okay. सुविधा से जीवन यह बीते, सुविधा से जीवन यह बीते, बस इतना धनवान बनेंगे. ना सुविधा से जीवन यह बीते, बस इतना धनवान बनेंगे. എന്താണ്? എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് എന്താ പറയാ, സോറി, ജീവിച്ചു പോകാനുള്ളത്, എന്താണ്? ജീവിച്ചു പോകാനുള്ളത് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതിൽ സംതൃപ്തനാണ്. I'm satisfied with what I have earned and what I have. That's the poem. Do you understand? Any doubt after this? Any repetition needed? Okay. Okay, Shahbaz, did you understand? Okay, fine. Okay. Yeah, you have got only one session, right?
ഫിഫ്ത്തിന് ഒരു ക്ലാസ് അല്ലേ ഉള്ളൂ, ഒരു പീരീഡ് അല്ലേ ഉള്ളൂ, ഈ ഒരു പീരീഡ് ഉള്ളൂ നിങ്ങൾക്ക്. So shall we go to the question answers? Is it okay or shall I repeat it? Okay, I have already prepared your question answers. Just we will go through it. Okay, we will just discuss. Sai Krishna, maybe network problem. Even here it is facing some network problem. Yes, now WhatsApp ഞാൻ ഇട്ട് തരാം. നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് വാട്സപ്പിൽ ഇടാം. അപ്പൊ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അത് കാണുമ്പോൾ മനസ്സിലാവും, പെട്ടെന്ന് മനസ്സിലാവും നിങ്ങൾ അത് പ്രാവശ്യം വായിച്ചു കഴിയുമ്പോൾ. ओके, द फर्स्ट क्वेश्चन, नीचे लिखे प्रश्नों के उत्तर दो. ओके, हम जग में ऊंचा नाम कैसे करेंगे? हम जग में ऊंचा नाम कैसे करेंगे? जग में ऊंचा नाम कैसे करेंगे? द फर्स्ट क्वेश्चन. എന്താണ് ആരും മിണ്ടാത്ത? നമ്മൾ നമ്മുടെ പേര് എങ്ങനെ ഉയർത്തി കാണിക്കും, അതായത് എങ്ങനെ സക്സസ്ഫുള്ളിലേക്ക് നമ്മുടെ നെയിം ഉയർത്തി കാണിക്കും എന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് ലൈൻ ഇറ്റ് സെൽഫ്, അപ്പനെ അച്ഛേ കാം എന്താണ് കാം കർത്തേ ഹുവേ അല്ലെ, നല്ല കാര്യങ്ങൾ ചെയ്ത് മാത്രമായിരിക്കും നമ്മുടെ പേര് സക്സസിലേക്ക് നമ്മൾ എത്തിക്കുക. Okay, the first one. Okay, अच्छे काम करते हुए. Just listen, just note it. Short note वाले एदान देखो. I will give you the notes. Okay, कि हम मेहनत से कमाए गए धन का क्या करेंगे? Okay, हम मेहनत से कमाए गए धन का क्या करेंगे? എന്താണ് എന്താ പറയാ ചോദിക്കുന്നത്? നമ്മള് ഹാർഡ് വർക്ക് ചെയ്ത് ഏൺ ചെയ്ത്, അതായത് ഹാർഡ് വർക്ക് ചെയ്ത് സമ്പാദിച്ച ധനം നമ്മൾ എന്ത് ചെയ്യുമെന്നാ ചോദിക്കുന്നത്. എന്ത് ചെയ്യുന്ന പറയണേ? എന്ത് ചെയ്യുന്ന പറയണേ? എന്ത് ചെയ്യുന്ന പറയണേ? കുറച്ച് എന്റെ കയ്യിൽ സേവിങ്സ് വെക്കും, കുറച്ച് മറ്റുള്ളവർക്ക് കൂടെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? Yes, that कुछ अपने हित रखेंगे और कुछ परहित में दान करेंगे. Okay, the third question third stanza last part. You see, third question last part. First one ഏതായിരുന്നു? फर्स्ट वन अच्छे काम करेंगे. सेकंड वन എന്തായിരുന്നു? क्वेश्चन है ना. ओके, हम मेहनत से कमाए गए धन का क्या करेंगे? ओके, सेकंड क्वेश्चन है लाइक. ओके, कुछ अपने हित रखेंगे और कुछ परिहित में दान करेंगे. കുറച്ച് ഞങ്ങളുടെ കയ്യിൽ വെക്കും, ഞങ്ങളുടെ സേവിങ്സ് കുറച്ച് ഞങ്ങളുടെ കയ്യിൽ വെക്കും, ബാക്കി എന്ത് ചെയ്യും? ബാക്കിയുള്ളത് മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഞങ്ങൾ എന്ത് ചെയ്യും? ദാനം ചെയ്യും. Okay, what is the third question? हमें कितना धन चाहिए? हमें कितना, നമുക്ക് എത്രത്തോളം പണം വേണം എന്നാണ് ചോദിക്കുന്നത്. ഇതിന്റെ ആൻസർ ഏതാ? എത്രത്തോളം പണം വേണം നമുക്ക്? നമുക്ക് സുഖസുന്ദരമായി ജീവിക്കുവാൻ വേണ്ടി മാത്രമുള്ള പണം മതി അല്ലേ? ഒരു കുഴപ്പവും ഇല്ലാതെ ജീവിക്കുവാൻ വേണ്ടിയുള്ള പണം മതി. അത് ഏതാ? ലാസ്റ്റ് ആൻസർ. വാട്ട് ഈസ് ഇറ്റ്? सुविधा से जीवन यह बीतने के लिए बस इतना ही धनवान बनेंगे. धनवान, रिच. धनवान means rich. Okay, सुविधा से जीवन यह बीते बस इतना धनवान बनेंगे. Yes, Angel. Yeah, please. Miss, ഈ question answer ഒന്നും കൂടി പറയോ? Yes, I will repeat it and even I will give you the notes. Okay, after the class I will give you the notes. Okay, then it is, let's go to second, filling the blanks. Yes, Anna.
മിസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ വാട്സാപ്പിൽ സെൻഡ് ചെയ്യോ? ഞാൻ സെൻഡ് ചെയ്തു തരാം. ഓക്കെ ओके हम जग में ऊंचा नाम सेकंड सेशन ओके सेकंड सेशन फिल इन द ब्लैंक्स विद करेक्ट वर्ड्स. हम जग में ऊंचा नाम डैश कामों से करेंगे. क्या कामों से करेंगे? क्या कामों से करेंगे? हम जग में ऊंचा नाम अनम्यूट एंड स्पीक. अच्छे. यस अच्छे कामों से करेंगे. Write it that. അത് നിങ്ങൾക്ക് നോട്ടിൽ ഉണ്ടാവില്ല. Okay. Then write it down. अच्छे काम कामों से करेंगे. अच्छे कामों से. Okay. Okay. Done. Everybody. Did you write? Yeah, miss. Okay. Write it. अच्छे कामों से. अच्छे काम. ओके हम जग में ऊंचा नाम अच्छे कामों से करेंगे. മിസ് यस ഈ മറ്റേ ഫില്ലിന്റെ ബ്ലാങ്ക്സ് നോട്ടിൽ ഇടണോ? फिलिंग द ब्लैंक्स नोट എഴുതിക്കോ. ओके देन नेक्स्ट वन इज हम पढ़ लिख कर डैश बनेंगे. हम पढ़ लिख कर डैश बनेंगे. क्या बनेंगे? अभिमानी या विद्यावान? വിദ്യാവാൻ. यस ओके पढ़ लिख कर हम विद्यावान बनेंगे. एजुकेटेड. द थर्ड वन इज हम डैश नहीं चाहते. हम डैश नहीं चाहते. हम क्या नहीं चाहते? यस आदित्य ഒന്നും കൂടിയും പറയോ? ഏതാ? ഒന്നാമത്തെ അച്ഛേ അച്ഛേ. രണ്ടാമത്തെ വിദ്യാവൻ. third one लूटपाट. ലൂട്ട്പാട്ട്. yes third one is लूटपाट. മിസ് ഈ ടെസ്റ്റിൽ എല്ലാം എഴുതിയിട്ടുണ്ട്. okay okay you just write it in your notebook. okay rewrite in your notebook. okay write the meaning of yes മിസ് ഈ ഫില്ലിന്റെ ബ്ലാങ്ക്സിൽ മൂന്നാമത്തെ എന്ന് പറഞ്ഞു ആൻസർ എന്താണ് മിസ്? लूटपाट. 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 the second one लूटपाट. done ready okay 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 write the meaning of the following words write the meaning of the words given below. नीचे दिए गए शब्दों की मिलते जुलते अर्थ वालों शब्द लिखो. educated. any question? yes ഈ തേർഡ് കൂടിയാണോ നോട്ടില്? തേർഡ് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഇതില്ലാത്തതുകൊണ്ട് നമുക്ക് ക്ലാസ്സിൽ വർക്ക് ചെയ്യാൻ കഴിയില്ലാത്തതുകൊണ്ട് നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ നോട്ടിലേക്ക് എഴുതണം. എന്നാലേ നിങ്ങൾക്ക് കൂടുതൽ അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഓക്കെ സ്ക്രീൻ ഷെയർ ചെയ്താൽ നിങ്ങളുടെ നോട്ടിൽ കാണില്ലല്ലോ ഏഞ്ച്. ഇറ്റ് ഷുഡ് ബി യുവർ നോട്ട്ബുക്ക്. ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിട്ട് നോട്ട്ബുക്കിലോട്ട് എഴുതിയാ പോരെ? ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും നമുക്ക് ഒരുപക്ഷെ നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ കഴിയുമെന്ന് വരില്ല. ഓക്കെ ഐ വാണ്ട് യു ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദിസ് സെഷൻ. ഒന്നാമത്തെ പാഠത്തിന് ക്ലാസ് കിട്ടിയില്ലായോണ്ട് നമ്പർ 4 ഇത് കംപ്ലീറ്റ് അല്ല. Number 4 first chapter. ഓക്കെ ഞാൻ അതിന്റെ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഫസ്റ്റ് വണ്ണിന്റെ. ഒന്നുകൂടി ഇടാൻ പറ്റോ? ഞാൻ നോക്കിട്ട് ഇടാം.
Okay. In case I don't have, who has it? Adayam kayilunda adu? Okay. Please share with them. Okay. Angel, on the WhatsApp like itteka. Okay. The fourth question. എന്താ മിസ്സേ കൊടുക്കണ്ടേ? First in the fourth question. ആ സിനോമിനസ് എഴുതാൻ വേണ്ടിയിട്ടുള്ള സുഭ സബേരെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതൊന്ന് വാട്സാപ്പിൽ ഷെയർ ചെയ്ത് കൊടുക്കാം. Okay. എനിക്ക് അവന്റെ ഗ്രൂപ്പ് ഇല്ല. Oh, you are not in the group? എനിക്ക് 5th ഗ്രൂപ്പിൽ അയച്ചു വിട്ടാ മതിയോ? Yes, 5th ഗ്രൂപ്പിൽ. ഫോട്ടോ എടുത്ത് വിട്ടാ പോരെ? Yes, that's enough. Okay. Third meanings ഞാൻ നിങ്ങൾക്ക് തരാം. Okay, it will be in your note. പിന്നെ fourth ആണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ fourth questionും 5th questionും നിങ്ങൾ ചെയ്യണം. It is to make sentence. ഞാൻ ഇതിന്റെ മീനിങ് പറഞ്ഞുതരാം എന്തൊക്കെയാണ്. Okay. നോട്ട് എല്ലാം നോട്ടിൽ തന്നെയാണ് ചെയ്യേണ്ടത്. എവറിഥിങ്. Okay. First one and എനിക്ക് പിക്ക് എടുത്ത് അയച്ചു തരണം നിങ്ങൾ എല്ലാവരും. Okay, first one acha. Acha means good. Calm. What is calm? Work of job or കാര്യങ്ങൾ. Okay. Vidyavan, educated. Then Kalyan, welfare. Mehnat, it is hard work. നമ്മൾ പറഞ്ഞ വാക്കുകൾ തന്നെയാണ്. ഈ വാക്കുകളിൽ കൂട്ടി നിങ്ങൾ എനിക്ക് സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്തിട്ട് അയച്ചു തരണം. Okay. Fourth one. ഇത് എങ്ങനെയാ ചെയ്യണ്ടേ? Using that particular word, you make a sentence. If अच्छे काम करेंगे, अच्छा means अच्छा ഉപയോഗിച്ചിട്ട് ഒരു words, ഒരു sentence നിങ്ങൾ create ചെയ്യുക, ഒരു sentence ഉണ്ടാക്കുക. പോയം നോക്കി എഴുതാൻ പറ്റില്ലല്ലോ. No, it's beyond the poem. നിങ്ങൾ ഓരോ sentence simple, ആകെ 5 വേർഡ് കണ്ടേ ഉള്ളൂ. 5 വേർഡേ ഉള്ളൂ. അതിന്റെ മീനിങ് നിങ്ങൾക്ക് അറിയാം. And it's simple to make a sentence. Okay. Okay. Then fifth one. Fifth question. Okay. अच्छे बच्चे बनने के लिए तुम क्या क्या करेंगे? 5 വാക്യം लिखो. എന്താണ് നല്ല what you will do to become a good boy or girl? Write in 5 sentences. നിങ്ങൾ നല്ല കുട്ടികളാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും? Even that you have to write yourself. എന്റെ മിസ്സേ അത് ഹിന്ദിയിലാണോ എഴുതണ്ടേ? Yes, of course. മിസ്സേ അത് എഴുതാൻ വലിയ പണി ഉണ്ടാവില്ലേ? എഴുതാൻ വലിയ പണിയൊന്നുമില്ല. ചെറിയ ഒന്ന് ജസ്റ്റ് നിങ്ങൾ ഇവിടെ 5 സെന്റൻസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നില്ലേ, അത് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്താൽ അത് തന്നെ വരും 5th ആൻസർ. Okay, it's simple. 5 words. അച്ഛയുണ്ട്, കാമുണ്ട്, വിദ്യാവനുണ്ട്, കല്യാണുണ്ട്, മെഹനത്ത് ഉണ്ട്. പിന്നെ നിങ്ങൾ ഈ ഒരു പോയം വായിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിൽ കിട്ടും, സിമ്പിൾ ആയിട്ട് കിട്ടും. ഓക്കെ. Okay, let's go to the next session. Okay, നമ്മുടെ 5 minutes കൂടെ ഉള്ളൂ. പക്ഷേ ഊഞ്ചാ കാം കരേങ്കെ പ്രസിദ്ധ ഹോന, നിങ്ങൾ അത് നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതണം കേട്ടോ. പ്രസിദ്ധ ഹോന, ഊച്ചാ കാം, നല്ല കാര്യങ്ങൾ ചെയ്യാന്ന് വെച്ചാൽ ടു ബി സക്സസ്, ടു ബി ഫേമസ്, അതാണ് പ്രസിദ്ധ ഹോന. പ്രസിദ്ധ ഹോന. സെക്കൻഡ് വൺ കുച്ച് കർ ദിഖായെങ്കെ, ബഡേ കാം കർണ. ഓക്കെ, കുച്ച് കർ ദിഖായെങ്കെ, എന്തെങ്കിലും ചെയ്ത് കാണിക്കുക. യെസ് അതുൽ. യെസ് അതുൽ. ഇതാണ് നോട്ട്ബുക്കിലേക്ക് എഴുതണ്ടേ? യെസ് യെസ്. ലെറ്റ്സ് ലേൺ എന്ന് പറഞ്ഞിട്ട് അവിടെ രണ്ട് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടല്ലേ, ഒന്നിതും ഒന്നിതും. ഇത് നിങ്ങളുടെ വേർഡ്സിന്റെ വൺ വേർഡ് മീനിങ് പോലെ നമുക്ക് എഴുതാൻ പറ്റും. ദ റിയൽ മീനിങ് ഓഫ് ദാറ്റ്. ആൻഡ് ദിസ് ഇസ് വൺ. ഓരോന്നിന്റെ എന്താണ് സിനോമിനസ് ആണ്, എന്താണ് പര്യായ പദങ്ങൾ. അത് ഞാൻ നോട്ടിൽ നിങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ട്. ഇത് യെസ് മിസ് ഇതിന്റെ അടുത്ത് ടു ബി വെൽ ഞാൻ അതും കൂടി എഴുതണോ? അത് നിങ്ങൾക്ക് മീനിങ് മനസ്സിലാവണ്ടേ? Yes. Okay. Then it is जग का कल्याण करेंगे ना, I will do the good for you, good for the people, അല്ലെങ്കിൽ വെൽഫെയർ, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. Then പരിഹിത് में
धन देंगे दूसरों की सहायता करें परिहित में धन देंगे എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ നമ്മൾ കുറച്ച് നമുക്ക് വേണ്ടി സേവ് ചെയ്ത് വെക്കും മറ്റേത് എന്ത് ചെയ്യും ബാക്കിയുള്ളത് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യും then ലൂട്ട് പാട്ട് നാ കरेंगे എന്താണ് മറ്റുള്ളവരെ ചതിക്കുകയോ വഞ്ചിക്കുകയോ മറ്റുള്ളവരുടെ ചതിച്ച് നമ്മളൊന്നും ഏൺ ചെയ്യില്ല നല്ല രീതിക്ക് നമ്മുടെ ഹാർഡ് വർക്കിലൂടെ മാത്രമേ നമ്മൾ ഏൺ ചെയ്യുള്ളൂ നമ്മൾ സമ്പാദിക്കേ ഉള്ളൂ दूसरे का धन ना छीनना means to हड़पना what do you say छीनना means to snatch ചെയ്യാം പറയില്ല ഇങ്ങനെ വലിച്ചെടുക്കുക ओके सुविधा से जीवन बिताना अच्छा जीवन सुविधा എന്ന് വെച്ചാൽ സുഖസുന്ദരമായിട്ട് ഒരു കുഴപ്പമില്ലാതെ ജീവിച്ചു പോകുന്നതിനാണ് സുവിധാസെ ജീവൻ ബിതാന അല്ലെങ്കിൽ അച്ഛാ ജീവൻ നല്ലൊരു സ്റ്റാൻഡേർഡ് ലൈഫ് ലീഡ് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ ഫസ്റ്റ് വൺ ഈസ് ഓക്കെ നെക്സ്റ്റ് വൺ പര്യായവാചക് ശബ്ദലിക്ക് അതായത് സിനോമിനസ് അപ്പോൾ 4 മിനിറ്റുള്ള വേഗം പറഞ്ഞതിന്റെ മീനിങ് പറഞ്ഞതിന്റെ ഓക്കെ പേഡ് യു നോ വാട്ട് ഈസ് ഫ്രീ ഓക്കെ ദിൻ ഡേ ദിന്റെ മീനിങ് ഡേ രാത് night आकाश means sky dharti earth then pani is water you know I think you all know the meaning right is it okay for you fourth question fifth question ningalkulladana you do as a homework മിസ്സേ അപ്പോൾ ഇത് രണ്ടും മനസ്സിലായില്ല ഏതാണ് ഫിഫ്ത് ക്വസ്റ്റ്യനിൽ എന്താണ് നിങ്ങളൊരു ഗുഡ് ബോയ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു അച്ഛ ബച്ച ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും എന്നാണ് ചോദിക്കുന്നത് അതാണ് നിങ്ങൾ എഴുതേണ്ടത് ലാസ്റ്റാ നോട്ട് തരും മിസ്സേ യെസ് ഇതിപ്പോ മിസ് പറഞ്ഞിട്ട് ഇതിന്റെ ഈ റൈറ്റിംഗ് മീനിങ്സ് ഓഫ് ദ വേർഡ്സ് ഗിവൺ ബിലോ അതും കൂടി എഴുതിയിട്ടല്ലേ ഇത് എഴുതേണ്ടത് യെസ് അപ്പൊ മിസ് എന്താണ് ഇത് തരും മിസ് അപ്പൊ മൂന്നാമത്തെ ബിറ്റ് തന്നില്ലല്ലോ മൂന്നാമത്തെ ഏതാണ് മൂന്നാമത്തത് ഞാൻ ഇപ്പൊ തരും മീനിങ്സ് നിങ്ങൾക്ക് ഞാൻ ഇപ്പൊ അതിന്റെ മീനിങ്സ് കറക്റ്റ് ആയിട്ട് ഞാൻ തരും ഓക്കെ എനി അതർ ക്വസ്റ്റ്യൻസ് നോ ആൻഡ് യു ഹാവ് ടു റൈറ്റ് ഓൾ ദിസ് വർക്ക് ഇൻ യുവർ നോട്ട്ബുക്ക് ഓക്കെ എനി അതർ തിങ്സ് എനി അതർ ക്വസ്റ്റ്യൻസ് ആൻഡ് ദ ലാസ്റ്റ് വൺ നിങ്ങൾ എനിക്ക് വായിപ്പിക്കാൻ എനിക്ക് സമയമില്ല അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് വായിച്ച് എല്ലാവരും വോയിസ് ക്ലിപ്പ് അയച്ചു തരാം വോയിസ് ക്ലിപ്പ് വായിച്ചതിന്റെ വോയിസ് ക്ലിപ്പ് എനിക്ക് അയച്ചു തരണം എന്താ പേഴ്സണൽ വാട്സാപ്പിലാണോ യെസ് എന്റെ നമ്പർ ഗ്രൂപ്പിലുണ്ട് 1116 ലാസ്റ്റ് വരുന്നത് 1116 okay ഇതിന്റെ പേഴ്സണൽ ആയിട്ടാണ് അയക്കണ്ടേ yes anyhow it is no problem personal ആയിട്ട് ഗ്രൂപ്പിൽ ഇടോ but I won't do it ഇത് വായിച്ച് നിങ്ങളുടെ വോയിസ് ക്ലിപ്പ് അയക്കുക okay yes okay then. Any doubts shall we wind up പോയം മാത്രല്ലേ poems only poem everybody okay then bye miss bye bye miss okay bye see you see you bye miss